ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യു എയിൽ വന്നു കഴിയുമ്പോൾ ഏത് ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്നതിനെ കുറിച്ചാണ്. അതായത് യു എയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം, ഇപ്പോൾ സാധാരണ എല്ലാവരും തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാങ്ക് എന്ന് പറയുന്നത് ADCB ആയിരുന്നു. അപ്പോൾ ADCB അവർ തുടക്കത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ടാണ് എല്ലാവർക്കും തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയിട്ട് 3000 ദിർഹംസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ADCBയുടെ റൂള്. അല്ലാന്നുണ്ടെങ്കിൽ മാസം 18 ദിർഹംസ് വീതം വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ഈ 3000 ദിർഹംസ് എന്ന് പറയുന്നത് ചില്ലറ എമൗണ്ട് അല്ല, ഏകദേശം നാട്ടിലെ 70,000 രൂപ അടുപ്പിച്ച് വരും. അതുപോലെ തന്നെ 18 ദിർഹംസ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും തന്നെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സാലറി അക്കൗണ്ട് എല്ലാം തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് എന്നതിനെ കുറിച്ചാണ്. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബാങ്ക് എന്ന് പറയുന്നത് എം ബാങ്ക് ആണ്. അതായത് എൻ്റെ സാലറി എം ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിലോട്ടാണ് ക്രെഡിറ്റ് ആകുന്നത്. അപ്പോൾ ഈ എം ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അതുപോലെ തന്നെ വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഈ എം ബാങ്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാലറി അക്കൗണ്ടാണ് പേയ്റ്റ് എന്ന് പറയുന്നതും ഇവിടുത്തെ ഒരു ബാങ്കാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പേടിഎം പോലെയുള്ള ഒരു സെറ്റപ്പാണ്. അതായത് പേടിഎം ആപ്ലിക്കേഷൻ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ പേയ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ട് അക്കൗണ്ടിൻ്റെ, അതായത് എം ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ടിനും പേയ്റ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിനും നമുക്ക് ATM കാർഡും അതുപോലെ തന്നെ IBAN നമ്പർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് അക്കൗണ്ടും നമ്മുടെ സാലറി അക്കൗണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് എം ബാങ്കിൻ്റെ സാലറി അക്കൗണ്ടാണ്. അതായത് എം ബാങ്കിൻ്റെ അക്കൗണ്ടിലാണ് എനിക്ക് സാലറി വരുന്നത്. അതുപോലെ തന്നെ പേയ്റ്റും നമുക്ക് അതേപോലെ തന്നെ എം ബാങ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പേയ്റ്റും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത്, ഇതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആരും തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഏതായാലും നമ്മൾ ഇവിടെ വെച്ച് തന്നെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.